ഇത്രയും അത്ഭുതപ്പെടുത്തിയ മാസ്മരികമായ ലോകത്തേക്ക് കടത്തിക്കൊണ്ടുപോയ സ്വന്തം വീതത്തിൽ പിറന്ന കുഞ്ഞിനെ കയ്യിലെടുത്തുകൊണ്ട് ഏറ്റവും വലിയ കെട്ടിടത്തിന്റെ മുകളിൽ വെച്ച് സമ്മാനമാടിയ മൈക്കിൾ ജാക്സനൊക്കെ എത്രയോ മുമ്പ് ലോകം മുഴുവനും അറിഞ്ഞൊരു വല്ലാതെ സംഗീത പ്രതിഭയുണ്ടായിരുന്നു. കെട്ടി സ്റ്റീവൻസ് എന്ന പേരിലറിയപ്പെടുന്ന ഇന്നും ദാടിയും തലപ്പാവുമായി ജീവിച്ചിരിക്കുന്ന യൂസുഫുൽ ഇസ്ലാമിനെ നിങ്ങൾക്കറിയുമായിരിക്കും. യൂസുഫുൽ ഇസ്ലാം ഹൂ ഈസ് ദ റഹ്മാൻ എന്ന് പറയുന്ന ഇംഗ്ലീഷ് മ്യൂസിക് നിങ്ങളുടെ മൊബൈലുകളിൽ കണ്ടേക്കാമത് യൂസുഫുൽ ഇസ്ലാമിന്റേതാണ്. മുസ്ലിമാകുന്നതിന് മുമ്പ് കെട്ടി സ്റ്റീവൻസ് എന്ന് പറഞ്ഞ മൈക്കിൾ ജാക്സനേക്കാളേറെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളെ സംഗീതത്തിന്റെ മാസ്മരിക ലോകത്തിലോട്ട് കൊണ്ടുപോയ കെട്ടി സ്റ്റീവൻസ് ക്യാൻസർ ബാധിച്ച് ലണ്ടൻ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. ക്യാൻസറിന്റെ വല്ലാത്ത വേദന സഹിക്കാൻ കഴിയാതെ കെട്ടി സ്റ്റീവൻസ് വല്ലാതെ കടന്നു പൊളയുമ്പോ സമയത്ത് കുറെ ക്രൈസ്തവ മിഷണറിമാര് വന്ന് അദ്ദേഹത്തിന്റെ മുമ്പിൽ ഇരുന്ന് ബൈബിള് പാരായണം ചെയ്തു. അദ്ദേഹത്തിന്റെ എല്ലാ വേദനയും മാറാൻ വേദന മാറിയില്ല. ആരോ ഒരാൾ പറഞ്ഞു പത്രേ, ഇവിടെ അടുത്ത് ഒരു കൊച്ചു സുഡാനി ബാലനുണ്ട്, അവൻ നന്നായിട്ട് ഖുർആൻ പാരായണം ചെയ്യുന്നവനാണ്. കെട്ടി സ്റ്റീവൻസ് പറഞ്ഞു, ഏതായാലും വേണ്ടില്ല, വിളിക്കുക. കറുകറുത്ത 13 വയസ്സുള്ള സുഡാനി ബാലൻ കെട്ടി സ്റ്റീവൻസ് എന്ന് പറയുന്ന സംഗീത മാസ്മരിക പ്രതിഭയുടെ മുമ്പിലെത്തി. ആ കൊച്ചു സുഡാനി ബാലന് കെട്ടി സ്റ്റീവൻസിന്റെ മുമ്പിൽ ഖുർആൻ ഓതി കൊടുത്തു അത്രേ. ഏത് ഖുർആനായിരുന്നെന്നറിയുമോ? സൂറത്തുർ റഹ്മാനോട്. അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ അശ്ശംസു വൽ ഖമറു ബിഹിസ്ബാൻ വൻ നജ്മു വസ്സദറു യസ്ജുദാൻ. ലോകം മുഴുവനും തന്റെ സംഗീത ലോകം കണ്ട് കീഴടക്കിയ മാസ്മരിക പ്രതിഭയുടെ മനസ്സിലോട്ട് അല്ലാഹുവിന്റെ ഖുർആൻ നിറങ്ങിയപ്പോ, അദ്ദേഹത്തിന്റെ മനസ്സിനെ ഖുർആൻ കീഴടക്കിയപ്പോ ലണ്ടനിലെ കടക്കയിൽ കിടന്നുകൊണ്ട് കെട്ടി സ്റ്റീവൻസ് അറിയാതെ പറഞ്ഞു പോയത്രേ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ലക്ഷക്കണക്കിന് സംഗീതത്തിന്റെ കോപ്പി വിറ്റടിച്ച കെട്ടി സ്റ്റീവൻസ് ഖുർആന്റെ ഒരൊറ്റായത്ത് കേട്ടിട്ട് ഇസ്ലാമിലോട്ട് കടന്നു വന്നെങ്കിൽ പിന്നീട് അയാൾ എന്ത് ചെയ്തെന്നറിയുമോ? ലണ്ടനിലെ ആശുപത്രി കിടക്ക വിട്ടെടുന്നേക്കുമ്പോ കെട്ടി സ്റ്റീവൻസ് യൂസുഫുൽ ഇസ്ലാം എന്ന പേര് സ്വീകരിച്ചിട്ട് പറഞ്ഞു, സംഗീത ലോകത്തിലൂടെ ഞാൻ സമ്പാദിച്ച കോടിക്കണക്കിന് ഡോളറുകൾ അത് സ്വിസ് ബാങ്കിന്റെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചിട്ട് ഹറാമിലൂടെ സമ്പാദിച്ചത് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് അക്കൗണ്ട് വലിച്ചെറിഞ്ഞ് നീണ്ട താടിയും തലപ്പാവും ജുബ്ബയുമിട്ട് ലോകം മുഴുവനും തന്റെ ശിഷ്ടകാല ജീവിതം ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി മാറ്റിവെച്ച ഇന്നും ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഇസ്ലാമിക പ്രബോധനായ യൂസുഫുൽ ഇസ്ലാമിനെ നിങ്ങൾക്കറിയുമോ? ഒരു സംഗീത ലോകത്തിന്റെ പ്രതിഭയെ ഒരു നിമിഷം കൊണ്ട് മാറ്റാൻ ഖുർആനിന് കഴിഞ്ഞെങ്കിൽ എന്തേ സഹോദരങ്ങളെ കഴിയുന്നില്ല. ജർമ്മൻ എയർവേസിൽ യൂസുഫുൽ ഇസ്ലാം യാത്ര ചെയ്യുകയാണ്. യൂസുഫുൽ ഇസ്ലാമിന്റെ ദാടി കണ്ടപ്പോ എയർ ഹോസ്റ്റസ് പറഞ്ഞു, നിങ്ങളുടെ ദാടി ഭീകരവാദിയുടെ താടിയാണ്, ഒന്നുകിൽ ഈ താടി വടിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ പ്ലെയിനിൽ നിന്ന് വെളിയിലിറങ്ങുക, ഇത് ഭീകരവാദത്തിന്റെ താടിയാണെന്ന് ഇന്നത്തെ സയോണിസ്റ്റ് കൊളോണിയലിസ്റ്റ് ശക്തികളെ പോലെ എയർ ഹോസ്റ്റസ് വന്ന് പറയുമ്പോ ഒന്നുകിൽ താടി വടിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ എയർപോർട്ടിൽ നിന്ന് ഞങ്ങളുടെ ഫ്ലൈറ്റിൽ നിന്ന് വെളിയിലിറങ്ങുക. ആ സമയത്ത് ചരിത്രത്തിന്റെ തനിയാവർത്തനം പോലെ പണ്ട് റോമാ സാമ്രാജ്യത്തിന്റെ റുസ്തമിന്റെ മുമ്പിൽ പോയി താഴെ വീണ ഭക്ഷണം എടുത്ത് കഴിച്ചപ്പോ, എന്താണിത്, നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോ, അനതുറുക്കു സുന്നത നബീന മുഹമ്മദിന് സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹാഉലാഇൽ ഹംകാ. ഈ പമ്പര വിഡ്ഢികൾക്ക് വേണ്ടി എന്റെ പ്രവാചകന്റെ ഒരു തിരുസുന്നത്ത് ഞാൻ കളയില്ലെന്ന് പറഞ്ഞ്, ഇല്ല എന്റെ താടി എന്റെ റസൂലിന്റെ സുന്നത്താണെന്ന് പറഞ്ഞ് ആ വർഷ ഐക്യത്തോടെ പറഞ്ഞു കൊടുത്ത യൂസുഫുൽ ഇസ്ലാമിനെ നിങ്ങൾക്കറിയുമോ? ലോകം മുഴുവനും കീഴടക്കിയ സംഗീത പ്രതിഭ സൂറത്തുർ റഹ്മാൻ കേട്ടപ്പോ മുസ്ലിമായി. ഇതാണ് ഖുർആൻ. ഖുർആൻ ഒരു മാസ്മരികതയാണ്. പക്ഷെ നമ്മൾ എത്ര പ്രാവശ്യം കേട്ടിരിക്കും, നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടായിട്ടുണ്ടോ? ഖുർആൻ കേട്ടിട്ട് എത്രയോ ആയത്തുകൾ നമ്മൾ കേൾക്കുന്നു. എന്തേ ഖുർആൻ നമ്മുടെ മനസ്സിൽ സ്വാധീനം ചെലുത്തുന്നില്ല? ലോകം മുഴുവനും അംഗീകരിച്ച, ലോകം മുഴുവനും ഇപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്ന, നാവിൻ തുമ്പിൽ മധുരമായി, തൂലികത്തുമ്പിൽ പൊലിമയായി, ഹൃദയത്തിൽ ഒരു വലിയ വർണ്ണമഴയായി പെയ്തിറങ്ങുന്ന ഖുർആനിന്റെ ഏറ്റവും വലിയ മാസ്മരിക അർത്ഥ ഗാംഭീര്യമുള്ള സമതലങ്ങളിലേക്ക് കടന്നിറങ്ങുമ്പോഴാണ്, ഖുർആൻ ഒന്ന് നാം പരിചയിക്കുമ്പോഴാണ് നാം എത്രയാണ് അജ്ഞരായി മാറി നിൽക്കുന്നത് എന്ന് നമുക്കറിയാൻ കഴിയുക.
ഇൻഷാ അല്ലാഹ് നമ്മുടെ ചർച്ച തുടങ്ങുകയാണ്. ഖുർആനാണ് നമ്മുടെ ചർച്ച. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഖുർആനിലോട്ടൊന്ന് ഇറങ്ങണം. ഖുർആൻ പറയാൻ ഏതായാലും നമുക്ക് കഴിയില്ല. ഖുർആനീക ദർശനം വിടർത്തിക്കാട്ടിയ മായൂര പിഞ്ചത്തിന് മുന്നിൽ ഒന്നും അറിയാത്തൊരു കൊച്ചുകുട്ടിയെ പോലെ നിൽക്കാനേ നമുക്ക് കഴിയൂ. ആ ഖുർആനിലെ ആദ്യത്തെ ആയത്ത്, ഒന്നാമത്തെ ആയത്ത് ഏതാണ്? ഖുർആനിലെ ആദ്യത്തെ ആയത്താണ്. നമ്മൾ എപ്പോഴും ഓതുന്ന, എപ്പോഴും ഓതാൻ അല്ലാഹു നമ്മളോട് പറഞ്ഞ, നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കാൻ കഴിയാത്ത, നമ്മുടെ ജീവിതത്തിൽ ആദ്യമായി അറിയേണ്ട ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ ചർച്ച അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന സൂക്തമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കേൾക്കാനും പറയാനുള്ള വിശാല മനസ്ഥിതി. എന്താണ് അൽഹംദുലില്ലാഹ്? വലിയ പ്രതിഫലമുള്ള, നാം ജീവിതത്തിൽ എത്രയേറെ അറിയേണ്ടിയിരിക്കുന്ന ഒന്നാണ്. എന്താണ് അൽഹംദുലില്ലാഹ്? അൽഹംദുലില്ലാഹ് അർത്ഥം എന്താണ്? സർവസ്തുതിയും അല്ലാഹുവേ നിനക്കാണ്. പടച്ചവനെ അല്ലാഹുവേ, ഈ വിനീതന്റെ പ്രഭാഷണത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്ന സാസ്ക്രിയേഷൻ നീ ആ സഹോദരങ്ങളെ കാക്കണേ അല്ലാ, കാക്കണേ അല്ലാ.